ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തുടർന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. ദൈവവചന കേൾവി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാം വാക്യം നമുക്ക് ഏവർക്കും പരിചിതമായ വാക്യമാണ്. തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ തിരുവചനത്തിന് മുമ്പാകെ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോടെല്ലാവരോട് സംസാരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. മുമ്പ് ഞാനൊരു സഭായോഗത്തിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കൂടെ ഇതിനോട് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ പഴയ പ്രസംഗമാണെന്ന പ്രസംഗം അല്ല, അതിൻ്റെ ഒരു ഭാഗം ഇതോട് ചേർക്കേണ്ടതായിട്ട് അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം കൂടെ ഇതിനകത്തോട്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പറയുന്നത്. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് തിയോളജി എന്ന് പറയുന്നത്, ദൈവശാസ്ത്രം. ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ പഠിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ ഞങ്ങളെ തിയോളജി പഠിപ്പിച്ചത് നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ KJ മാത്യു സാറാണ്. വളരെ നന്നായിട്ട് അദ്ദേഹം നല്ലൊരു തിയോളജിയനാണ്, വളരെ നന്നായിട്ട് തിയോളജി പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റ നിപ്പിൽ നിന്ന് ക്ലാസ് എടുത്താലും ഞങ്ങൾക്ക് ആർക്കും ബോറടിക്കത്തില്ല, അത്രയ്ക്ക് നന്നായിട്ട് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ് വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. സ്തോത്രം. അപ്പോൾ അത്രയും നന്നായിട്ട് അദ്ദേഹം തിയോളജി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ചില ഗുണവിശേഷങ്ങളുണ്ട്. മനുഷ്യർക്ക് ഒത്തിരി ഗുണവിശേഷങ്ങളുണ്ട്, പക്ഷേ ദൈവത്തിന് മാത്രം, ഓൺലി ഗോഡ് ക്യാൻ ക്ലെയിം, ദൈവത്തിന് മാത്രം ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ചില ഗുണവിശേഷങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എറ്റേണൽ നാച്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം. നമ്മളാരും നിത്യരല്ല, അല്ലേ? ദൈവം മാത്രമാണ് എന്തെന്ന് പറയുന്നത്, നിത്യനായ ദൈവമെന്ന് പറയുന്നു. അതുകൊണ്ട് 90 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം, നീ അനാദിയായും ശാശ്വതമായിട്ടും എന്ത് ചെയ്യുന്നു, ദൈവമാകുന്നു. യെശയ്യാപ്രവചനം 40-28 വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അർദികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, അല്ലേ? അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. നോക്കാം, നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ ആരാണ്? നിത്യനായ ദൈവമാണ്. സ്തോത്രം. തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ, അല്ലേ? സ്തോത്രം. 1 തീമോഥെയോസ് 1-17 വാക്യം ഞാൻ പറഞ്ഞത്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ, അനേക വാക്യങ്ങളുണ്ട്, ഈ വാക്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് നിത്യത, അല്ലെങ്കിൽ നിത്യനായ ദൈവം എന്ന് പറയുന്നത്. സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്തവൻ, അവസാനം ഇല്ലാത്തവൻ, ആദിയും അന്തവുമായ ദൈവം. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവം ദൈവത്തിന് നമ്മൾ ദർശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നിത്യാത്മാവെന്ന. നിത്യാത്മാവ്, ഞാൻ ആരംഭത്തിൽ ഇച്ചിരി കാര്യങ്ങൾ ആ വിധത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ദൂതുകളിലേക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം
13, 14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങൾ വേഗത്തിലൊന്ന്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കൻ. 13-ാമത്തെ വാക്യം അതിൽ ചേർത്ത് വായിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച. അതൊക്കെ അവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് നിത്യാത്മാവ്, നിത്യമായ ആത്മാവ്. അപ്പോൾ ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് നിത്യനായ ദൈവമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നത്, തൃത്വം എന്നുള്ള ഒരു ഭാഗമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നത് ആത്മാവും എന്താണ്? നിത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിത്യാത്മാവ് എന്ന് പ്രസ്താവിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ആത്മാവ്. ആ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മൺകൂടാരങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നത്? പകർന്നിരിക്കുന്നത്. രണ്ടാമത്തെ ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായ ദൈവമാണ്. നമുക്ക് ഒരു സമയത്ത് എല്ലായിടവും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ല. ഒരേ സമയത്ത് എല്ലായിടത്തും ആയിരിക്കാൻ കഴിയുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തിൻ്റെ സർവവ്യാപിത്വം എന്ന് പറയുന്നത്. ആത്മാവും അതുപോലെയാണ്. 139-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, 139-ാം സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. അതിൻ്റെ 7-ാമത്തെ വാക്യം ഞങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, അല്ലേ? സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും ഉണ്ട്, സമുദ്രത്തിന്റെ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും ആരുണ്ട്? ദൈവമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഇവിടെയെല്ലാം അപ്പോൾ ദൈവത്തിന് മാത്രം ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എല്ലായിടത്തും ഒരേ സമയത്തായിരിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും, അല്ലേ? സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ ചെന്നാൽ അവിടെയുണ്ട്, അല്ലേ? സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ, ഭൂമിയുടെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും എല്ലായിടവും ഉണ്ട്. ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ആ ആത്മാവിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ആ ദൈവത്തിന്റെ ആത്മാവിനും മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സ്തോത്രം. നമ്മള് ഈ ഹല്ലേലൂയ എവിടെയായിരുന്നാലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നും, നമ്മെ എവിടെ ചെന്നാലും നമ്മെ ദർശിക്കുന്ന ആത്മാവിൻ്റെ അനുഭവം ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് പകലിൽ ദൈവമക്കൾക്കുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ഇരുട്ട് പോലും നിനക്ക് എന്തായിരിക്കുന്നില്ല. ഇന്ന് പകലിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, പണ്ട് ഈ കെ ജോയി പാസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരാണല്ലോ. അദ്ദേഹം പറയും, ആ ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും ഇല്ലാത്തടത്തും, അല്ലേ, 4 ഭിത്തിക്കകത്ത് ഒരു ചുമരിനകത്ത് ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും ഇല്ലാത്തടത്തും നമ്മെ ദർശിക്കുന്നവനായ ഒരു ദൈവമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവും ദൈവത്തിന്റെ ആത്മാവും ഉണ്ട് എന്നുള്ള കാര്യം ഇരുട്ട് പോലും മറവായിരിക്കുന്നില്ല. ഇരുട്ട് പകൽ പോലെ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒംനി പ്രസന്റ് എന്ന് പറയുന്നത്, സർവവ്യാപിയായ ദൈവം എന്ന് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ചും പറയുന്നത് ആത്മാവ് എല്ലായിടവും ഒരേ സമയത്ത് ആയിരിക്കാൻ കഴിയും. മൂന്നാമത്തെ പ്രത്യേകത, ഗോഡ് ഈസ് ഓംനിഷ്യന്റ് എന്ന് പറഞ്ഞാൽ സർവജ്ഞാനിയായ ദൈവമാണ്. സർവജ്ഞാനിയായ ദൈവം. യെശയ്യാ പ്രവചനം 46:9-10 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 9-ാമത്തെ വാക്യം കൂടെ ചേർത്ത് 10-ാമത്തെ വാക്യത്തിലാണ് യെശയ്യാ പ്രവചനം 46:9 വാക്യം മുതൽ ചേർത്ത് വായിച്ച. പറഞ്ഞത് പെട്ടെന്ന് ഇട്ടേ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനും
അത് ദൈവം തന്നെ പറയാം, എന്നെ പോലെ ഒരുത്തനുമില്ല. എന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ പറയും, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആര് പറയുന്നത്? ദൈവം പറയാം. അപ്പോൾ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് അറിവില്ലാത്ത ഒരു കാര്യവുമില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. എല്ലാ രഹസ്യങ്ങളും, റോമാലേഖനം 2:16 വാക്യം, എല്ലാ രഹസ്യങ്ങളും ആർക്കറിയാം? ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാൻ വയ്യാത്ത ഒരു കാര്യവുമില്ല. സദൃശവാക്യം 15:11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യരുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു എന്ന. നമ്മുടെയൊക്കെ ഹൃദയം നമ്മുടെ അകത്തായി ഇരിക്കുന്നതെങ്കിലും ഇന്ന് പകൽവേളയിൽ നമ്മുടെ ഹൃദയം ആരുടെ ദൃഷ്ടിയിലായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഹൃദയം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ പോലും ഹല്ലേലൂയ അറിയുന്നവനായ ഒരു ദൈവം, അല്ലേ? അതുകൊണ്ടാണല്ലോ ഹല്ലേലൂയ സ്തോത്രം, ഈ അബ്രഹാമിന്റെ ഭാര്യയായ സാറ ഉള്ളത്തിൽ ചിരിച്ചു, മനസ്സുകൊണ്ട് ചിരിച്ചു, മനസ്സിൽ ചിരിച്ചു. ആ മനസ്സിൽ ചിരിച്ചപ്പോഴും സാറായോട് ചോദിക്കുന്നു, ഹല്ലേലൂയ, നീ ചിരിക്കുന്നത് എന്ത്? നമ്മുടെ മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന കാര്യവും നമ്മുടെ മനസ്സിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങളും ആരും അറിയുന്നില്ലെങ്കിലും ഇന്ന് പകൽവേളയിൽ അതെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള ഒരനുഭവം ഇന്ന് പകൽവേളയിൽ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ഏത് ചിന്തകളെയും വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സർവജ്ഞാനമെന്ന് പറയുന്നത്. അതുപോലെ ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ആത്മാവും ഇതുപോലെയാണ്. ആത്മാവിനും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം? അറിയാം. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 2-ാം 9 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ അവിടെ കൊണ്ട് ആ വാക്യം അവസാനിപ്പിക്കരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ, 10ാമത്തെ വാക്യം പറയേ, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും എന്ത് ചെയ്യുന്നു? ഇന്ന് പകലിൽ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ആത്മാവിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ആത്മാവ് കാര്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിയുന്ന ആത്മാവാണ്. ഈ ആത്മാവിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സ്തോത്രം. ആത്മാവിന് ദൈവത്തിന്റെ ആഴങ്ങളെ നമുക്ക് വെളിപ്പെടുത്താൻ തരും. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഇത് നിത്യാത്മാവാണ്. അതുപോലെ ഈ ആത്മാവിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, ആത്മാവിന് അറിയാൻ കഴിയാത്തതൊന്നുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ദൈവത്തിന്റെ മാത്രം ഉള്ള ഗുണവിശേഷമാണ് ഓംനിപൊട്ടന്റ് എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം എന്ന് പറയാം. സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരിമാരുടെ മീറ്റിങ്ങിൽ അത് ഓർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അബ്രഹാമിനോട് ദൈവം പറയുന്ന ആ ഭാഗം, ഹല്ലേലൂയ, ഞാൻ ഉൽപ്പത്തി 17:1, ഞാൻ സർവശക്തനായ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിട്ടിരിക്കാൻ. എത്ര വയസ്സുള്ള അബ്രഹാമിനോട് പറയുന്നതെന്നറിയാമോ? എത്ര വയസ്സുള്ള അബ്രഹാമിനോ? നമ്മുടെ ഇടയിൽ ഏറ്റവും പ്രായമുള്ളത് നമ്മുടെ കക്കുടിയപ്പച്ചനാ, അല്ലേ? സ്തോത്രം. 102 വയസ്സ് ഉണ്ട്. 99 വയസ്സുള്ള അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിട്ട് നടക്കാൻ. സ്തോത്രം. ഞാൻ ആരാണെന്ന് അറിയാമോ? സർവശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടന്നാൽ എനിക്ക് കഴിയാത്ത ഒരു വിഷയവുമില്ല. നിന്റെ കാഴ്ചപ്പാടിൽ പലതും അസാധ്യമെന്നും ഇനി നടക്കത്തില്ല എന്നും നിനക്ക് തോന്നിയാലും ഞാൻ സർവശക്തിയുള്ളവനായ ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവമാണ്. ഈ അണ്ഡഘടാകത്തെ മുഴുവനും നിർമ്മിച്ച ദൈവമാണ്. എനിക്ക് കഴിയാത്ത ഒറ്റ ഒരു കാര്യം പോലും ഇല്ല എന്ന് പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ സർവശക്തിയെ കുറിച്ച് പറയുമ്പോൾ അവന് കഴിയാത്ത
ഒറ്റ ഒരു കാര്യമില്ല. ഇന്ന് പകൽവേള അങ്ങനെയുള്ള ഒരു ദൈവത്തിന് മുമ്പിലാ ഞാനും നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ വാക്കൾ നമ്മുടെ കാഴ്ചപ്പാടിൽ പലതും അസാധ്യമെന്ന് തോന്നിയാലും ഇന്ന് പകൽവേളയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം ഒരു സാധാരണക്കാരനല്ല, ഒരു മനുഷ്യനല്ല, പ്രത്യുത സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യോബിന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, ആ ആക്ഷേപകൻ സർവശക്തനോട് എന്ത് ചെയ്യുമോ? വാദിക്കുമോ? സ്തോത്രം. 42-ന്റെ 2-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്. ഹല്ലേലൂയ. 42-ന്റെ 2-ാമത്തെ വാക്യം, നിനക്ക് സകലത. യോബിന്റെ ജീവിതത്തിൽ അവസാനം യോബ് പറയുന്ന വാചകങ്ങളാണ്. 38, 39 ആ അധ്യായങ്ങളിലൊക്കെ, 39, 40, 41 അധ്യായങ്ങളിലൊക്കെ ദൈവത്തിന്റെ സർവശക്തിയുടെ വർണ്ണന തമ്പുരാൻ തന്നെ അങ്ങോട്ട് നടത്തുമ്പോൾ, ഹല്ലേലൂയ, അവസാനം യോബ് സമ്മതിക്കുക, ദൈവമേ നിനക്ക് എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞാട്ടെ, നിനക്ക്. ആ അധ്യായങ്ങളിലൊക്കെ തമ്പുരാന് ഹല്ലേലൂയ മനുഷ്യർക്ക് കഴിയാത്തതും ഭൂമിയിൽ ആർക്ക് കഴിയാത്തതും സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വർണ്ണന തമ്പുരാൻ തന്നെ അങ്ങോട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് യോബിനോട് ചോദിച്ച് വരുമ്പോൾ യോബ് പറയുക, ഇതിനൊന്നിനും ഒരു മനുഷ്യർക്കും ശക്തിയില്ല, കഴിവില്ല, പ്രാപ്തിയില്ല. എന്നാൽ ദൈവമേ നിനക്ക് സകലതും കഴിയുമെന്നും. പകലിൽ നമ്മുടെ എത്ര വലിയ വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ മക്കളെ വിശ്വസിക്കുക, നമ്മുടെ ദൈവത്തിന് സകലതും കഴിയുമെന്ന് എത്ര പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഏത് അവസ്ഥയിൽ നിന്നും മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന, ഏത് തകർച്ചയിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുന്ന, ഹല്ലേലൂയ, അന്യം നിന്നുപോയി എന്നും ശൂന്യമായി പോയി എന്നും ഇനി ഒരിക്കലും ഒരു ഹല്ലേലൂയ പൂർവസ്ഥിതി ഉണ്ടാകത്തില്ലെന്നും വിചാരിക്കുന്ന അനുഭവത്തിൽ നിന്നും മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ഭക്തൻ വിളിച്ചു പറയുന്നത്, ദൈവമേ നിനക്ക് സകലതും കഴിയും. ഇന്ന് പകൽവേളയിൽ ആരോഗ്യം ക്ഷയിച്ചോ, ദൈവത്തോട് പറ, അത് മടക്കി കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ജീവിതത്തിൽ പലതും നഷ്ടമായി എന്ന് തോന്നുന്ന അനുഭവമുണ്ടോ? ഇന്ന് പകൽവേളയിൽ ദൈവത്തോട് പറ, ദൈവമേ നിനക്ക് സകലതും കഴിയുമെന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവത്തിന്റെ മക്കളും ഇന്ന് പകൽവേളയിൽ ഹല്ലേലൂയ ദൈവത്തോട് പറയട്ടെ, അവർ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം തന്നെ സർവശക്തി വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവമെന്ന് ഇന്ന് പകൽവേളയിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഏത് അനുഭവത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന, ഏത് അനുഭവത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന, ശൂന്യമായി പോയി എന്ന് വിചാരിച്ച അനുഭവത്തിൽ നിന്നും ഞാൻ സാധാരണ പറയാറുണ്ട്, യോബേ നിന്റെ ജീവിതത്തിൽ വിത്തിന് പോലും ഒന്നുമില്ലെങ്കിലും, ആമേൻ, നമ്മുടെ ദൈവം ആരാണ്? സർവശക്തനായ ദൈവമാണ്. ആ അനുഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ്, ഇതെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ? പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, എഫെസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, എഫെസ്യർ 3-ന്റെ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് കഴിയാത്തതൊന്നുമില്ല. 3-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ആ ശക്തിയുടെ ശ്രേഷ്ഠകരമായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം പൗലോസ് പറയുന്നത്. 1-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ ശക്തിയുടെ പരിശുദ്ധാത്മാവ് സർവശക്തി ഉള്ളതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ദൈവത്തോട്
പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആ ശക്തിയുടെ ആ സർവശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിപ്പം ഒന്ന് കാണിക്കാൻ പൗലോസ് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ, പൗലോസിന്റെ ജീവിതത്തിൽ ആത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിലും എന്ത് ചെയ്തു? വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഏതനുഭവത്തിൽ? പുറം ഉഴവ് ചാലുകൾ പോലെ കീറപ്പെട്ട്, തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കപ്പെട്ട്, വിലാപ്പുറ കുത്തി തുളയ്ക്കപ്പെട്ട്, കരങ്ങളും കാലുകളും കുത്തി തുളയ്ക്കപ്പെട്ട്, സ്തോത്രം, മുഖത്തെ രോമമെല്ലാം പറിച്ച് പിഴപ്പെട്ട് വിരൂപനായി കിടന്ന നസ്രേനായ യേശുവിനെ അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. അടക്കം ചെയ്ത 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നത് വിരൂപനായ, ശേഷിയില്ലാത്ത ഒരുവനല്ല. ഹല്ലേലൂയ! അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ വിലാപുറമൊക്കെ കുത്തി തുളച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ ചങ്കു കുത്തി തുളച്ചെന്നാ അതിൻ്റെ അർത്ഥം. ഇന്ന് പകൽ വേളയിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, അതിനെയെല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ ശക്തിയുള്ള ഏതനുഭവത്തെ റീക്രിയേറ്റ് ചെയ്യാൻ ശക്തിയുള്ള, അവിടെ നിന്ന് ജീവൻ വെപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരാത്മാവിൻ്റെ ശക്തി. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എങ്കിൽ ഇന്ന് പകൽ വേളയിൽ എന്നിലും നിങ്ങളിലും നമ്മുടെ ഹല്ലേലൂയ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ശക്തി വില കുറച്ച് ഞാനും നിങ്ങൾ കാണരുത്. നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എത്ര വലിയതാണെന്നറിയാമോ? വിശ്വസിക്കുക പ്രിയമുള്ളവരെ, ആത്മാവിന് കഴിയാത്തതൊന്നുമില്ല. എല്ലാ ദൈവമക്കളെ ഇന്ന് പകൽ വേളയിൽ ആത്മാവിന് കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മൺകൂടാരത്തിൽ ആ ശക്തി പകർന്നെങ്കിൽ ആ ശക്തിക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് എല്ലാ ദൈവത്തിൻ്റെ മക്കളും വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ വേളയിൽ ദൈവമേ, എന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവ് അത് കേവലം 2 അന്യഭാഷ പറഞ്ഞ് തീർക്കാനുള്ളതല്ല. എൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരാത്മാവിനെ അത്രേ പകർന്നിരിക്കുന്നത് എന്ന് വിശ്വാസമുള്ള എല്ലാ ദൈവത്തിൻ്റെ മക്കള് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. അതിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് ഞാൻ പോകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ. ഈ അനന്യാസും സഫീറയും തങ്ങൾക്കുള്ള നിലം എന്ത് ചെയ്തു? വിറ്റു. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് നിലമൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കലൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അനേകരും അങ്ങനെയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ അനന്യാസിനും സഫീറയ്ക്കും ഒരു താല്പര്യം. തങ്ങൾക്കുള്ള നിലം വിറ്റ്, ഒരു നിലം വിറ്റ് അതിൻ്റെ മിക്കവാറും ഭാഗമൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ആരുടെ അടുക്കൽ കൊണ്ടുവന്നു? പത്രോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വീട്ടിൽ ഒരു ഗൂഢാലോചനയൊക്കെ അതോടുള്ള ബന്ധത്തിൽ നടന്നു. ആര് തമ്മിൽ? അനന്യാസും സഫീറയും തമ്മിൽ. അവർ രണ്ടുപേരും ഒത്തു. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ആ വിഷയത്തിൽ ഒത്തു. എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഇത്രയ്ക്ക് വിറ്റു എന്ന് എന്ത് ചെയ്യണം? അത് മുഴുവൻ വിറ്റ് മുഴുവനും ആ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയണം. ധാരണയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു. പക്ഷേ വീട്ടിൽ ആലോചിക്കുന്ന വിഷയങ്ങളും വീട്ടിൽ ചിന്തിക്കുന്ന വിഷയങ്ങളും അങ്ങ് ദൂരവേ യെരുശലേമിൽ ആയിരുന്ന പത്രോസിന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. 5-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 5-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 5-ന്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? ഇന്ന് പകൽ വേളയിൽ വ്യാജം കാണിച്ച അനുഭവത്തിൽ ഹല്ലേലൂയ അതിനുവേണ്ടി ഒരു ആലോചനയൊക്കെ നടത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് ആർക്കത് വെളിപ്പെടുത്തുകയാണ്? പത്രോസിനത് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പത്രോസിനോടല്ല വ്യാജം കാണിച്ചത്. പ്രത്യുത ആരോടാ വ്യാജം കാണിച്ചത്? ഒന്ന് പറ പ്രിയമുള്ളവരെ, ആരോടാ വ്യാജം കാണിച്ചത്? പരിശുദ്ധാത്മാവിനോടാ വ്യാജം കാണിച്ചത്.
കുറെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെല്ലാം നമുക്കറിയാം. കുറെ കഴിഞ്ഞപ്പോൾ സഫീറ വന്നു. 9-ാമത്തെ വാക്യം വായിച്ചേ. 9-ാമത്തെ വാക്യം. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒപ്പത് എന്ത്? ഇന്ന് പകൽ വേളയിൽ ഏതാലോചനയെയും വെളിപ്പെടുത്തുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഏതാലോചനകളെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽവേളയിൽ വ്യാജം കാണിക്കുന്ന ഏത് അനുഭവത്തെയും വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരനുഭവമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് ഇന്ന് പകൽവേളയിൽ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമ്മെ വിവേചിക്കുന്നതാണ് എന്നുള്ള കാര്യം ഇന്ന് പകൽവേളയിൽ ദൈവമക്കൾ ഗ്രഹിക്കണം. സ്തോത്രം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മക്കളെല്ലാവരും ശ്രദ്ധിച്ച പ്രാർത്ഥനയോടെ, ഹല്ലേലൂയ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ആത്മാവ് വന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 14-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം, അതിന്റെ 5-6 വാക്യങ്ങൾ. അങ്ങനെ ശിംശോനും അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിന്മയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ശ്രദ്ധിക്കണേ എല്ലാവരും. ഒരു ബാലസിംഹം അവന്റെ മേൽ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, എല്ലാവരും ആ വാക്ക് ശ്രദ്ധിക്കണം, കയ്യിൽ ഒന്നും ഇല്ലാതെ ഇരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. യാത്ര ഒരുമിച്ച് ആരോടുകൂടി ആയിരുന്നു? അപ്പനോടും അമ്മയോടും കൂടിയായിരുന്നു, അല്ലേ? അത് നമുക്ക് വായിക്കുന്ന ആ പാരഗ്രാഫിൽ തന്നെ, അപ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പനും അമ്മയും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, അല്ലേ? തിമ്നയ്ക്കരികെ എത്തിയപ്പോൾ എന്തോ അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം മുമ്പിൽ പോയി കാണും, അപ്പനും അമ്മയും പുറകിലായിരിക്കാം. ചിലപ്പോൾ അപ്പനും അമ്മയും മുമ്പിൽ പോയി കാണും, അദ്ദേഹം പുറകിലായിരിക്കാം. എന്തായാലും നമുക്ക് ആ സമയത്ത് അപ്പൻ്റെ അമ്മയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം എന്ന് പറഞ്ഞാൽ കൊച്ചു സിംഹം എന്നല്ല, യങ് ലയൺ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള, പുഷ്ടിയുള്ള, അല്ലേ, നല്ല ആരോഗ്യമുള്ള, വയസ്സനായതൊന്നുമല്ല, നല്ല ഒരു ബാലസിംഹം, നല്ല ആരോഗ്യമുള്ള, പുഷ്ടിയുള്ള, എന്തിനെ കീഴ്പ്പെടുത്താൻ ശക്തിയുള്ള ഒരു ബാലസിംഹം ആരുടെ നേരെ വന്നു? ശിംശോന്റെ നേരെ വന്നപ്പോൾ അവിടെ രേഖപ്പെടുത്തി, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ എന്ത് ചെയ്തു? വന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പകർന്നിരിക്കുന്നത് ചില ദുഷ്ടശക്തികളെ ജയിക്കാനാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ, ചില ദുഷ്ടശക്തികളെ എന്ത് ചെയ്യാനാണ്? ജയിക്കാനാണ്. നമ്മെ കടിച്ചു കീറി ഇല്ലായ്മ ചെയ്യാൻ പതിയിരുന്ന, നമ്മുടെ മേൽ ചാടി വീഴുന്ന ചില സിംഹശക്തികൾ ഉണ്ട്. അതിനെ ജയിക്കാൻ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. കേവലം 2 അന്യഭാഷ പറഞ്ഞ് പാട്ടിൻ്റെ അവസാനത്തിൽ 2 അന്യഭാഷ പറഞ്ഞ് തീർക്കാനല്ല. നമ്മുടെ നേരെ വരുന്ന പതിയിരിക്കുന്ന ഏത് അനുഭവങ്ങളെയും എപ്പോൾ ചാടി വീണാലും അതിനെ കീഴടക്കാൻ കഴിയുന്ന ഒരാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എവിടെ നിന്ന് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലത് ചാടി നിന്റെ മേൽ വന്നാലും അതിനെ ഒരാടിൻ്റെ കുഞ്ഞിനെ വലിച്ചു കീറുന്നത് പോലെ വലിച്ചു കീറാനുള്ള ഒരു പ്രത്യേക ശക്തി നിന്റെ മേൽ എൻ്റെ ദൈവം പകരും. അതാ ഈ ശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് മുമ്പൊരിക്കൽ ഞാൻ പ്രസ്താവിച്ച ഒരു ഭാഗമാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം, അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ. ഇതുവരെയുള്ള ന്യായാധിപന്മാരുടെ മുഴുവൻ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവരൊക്കെ എല്ലാവരുടെയും കയ്യിൽ ചിലതുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കയ്യിൽ ചിലത് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ന്യായാധിപനാണ് ഒത്നിയേൽ എന്ന് പറയുന്നത്, അല്ലേ? ആ ഒത്നിയേൽ, സ്തോത്രം, ഒത്നിയേലിന് സ്വാധീനമുള്ള ഒരു അമ്മായിയപ്പൻ ഉണ്ടായിരുന്നു. ആരാ ഒത്നിയേലിന്റെ അമ്മായിയപ്പൻ?
അതൊന്നും ചോദിക്കരുതല്ലേ. അല്ലേ, ഒത്നിയേലിൻ്റെ അമ്മായിയപ്പനാരാ? ആരാ പറഞ്ഞ? എന്തോ കാലേബ് അല്ലേ? അങ്ങനെ കാലേബ് എന്നാന്ന് പറഞ്ഞു. കാലേബ് അല്ലേ? സ്തോത്രം. അക്സയെ ഭാര്യയായിട്ട് കൊടുത്തില്ലേ? സ്തോത്രം. അപ്പോൾ കാലേബ് അക്സയെ ഭാര്യയായിട്ട് എന്ത് ചെയ്തത്? കൊടുത്തത്. കൊടുക്കാൻ കാരണമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ കാലേബ് അങ്ങ് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കൂട്ടത്തിൽ തന്നെ ഉള്ളതായിരുന്നു. മോശയുമായിട്ട് അടുത്ത ബന്ധമുള്ളതായിരുന്നു. നല്ല സ്വാധീനമുള്ള യോശുവയും കാലേബും ഒരുമിച്ച് നിന്ന അനുഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഈ അങ്ങനെ നല്ല സ്വാധീനമുള്ള ഒരു അമ്മായിയപ്പൻ ആർക്കുണ്ടായിരുന്നു? ചില അമ്മായിയപ്പന്മാരൊക്കെ സ്വാധീനമുള്ളവരാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബെനഫിറ്റ് ഉണ്ട് അല്ലേ? അമ്മായിയപ്പന്മാരൊക്കെ സ്വാധീനമുള്ളവരാണെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് അനുഭവിക്കുന്നവരുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ഒത്നിയേലിനെ സംബന്ധിച്ചിടത്തോളം സ്വാധീനമുള്ള ഒരു അമ്മായിയപ്പൻ ആർക്കുണ്ടായിരുന്നു? സ്വാധീനം ഇല്ലാത്ത അമ്മായിയപ്പന്മാരെ ഉള്ളവരൊന്നും വിഷമിക്കൊന്നും വേണ്ട. അതിനേക്കാൾ വലിയ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ വരുന്നത് അല്ലേ. ദൈവമേ, എൻ്റെ അമ്മായിയപ്പന് സ്വാധീനമൊന്നും ഇല്ലായിരുന്നെന്ന് ഓർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട. സ്വാധീനമുള്ള ഒരു അമ്മായിയപ്പൻ ആർക്കുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അടുത്ത രണ്ടാമത്തെ ന്യായാധിപനാണ് ആര്? യേഹൂദ്. യേഹൂദിന്റെ കയ്യിലും ചിലതുണ്ടായിരുന്നു. എന്താ യേഹൂദിന്റെ കയ്യിലുണ്ട്? 3-20 വാക്യം വായിക്കണ്ട. അവന്റെ കയ്യിൽ ഒരു ചുരിക ഉണ്ടായിരുന്നു. അതിങ്ങനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അത് അവൻ മറച്ചു വെച്ചത് വലത്തെ തുടയിൽ ആണ് അവനിങ്ങനെ കെട്ടി മറച്ചു വെച്ചിരുന്നത്. ഈ യേഹൂദ് ഇടങ്കയ്യനാണ്. സ്തോത്രം. മോവാബ് രാജാവായി എഗ്ലോന്റെ അടുക്കൽ ചെന്നപ്പോൾ 18 വർഷമായി മോവാബ് രാജാവായി എഗ്ലോൻ ആരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇസ്രായേൽ മക്കളെ കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഗ്ലോന്റെ അടുക്കൽ കാഴ്ചയുമായിട്ട് പോയപ്പോൾ ഏറ്റവും അന്തർമന്ദിരത്തിൽ ചെന്ന് ഹല്ലേലൂയ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഇടത്തെ കൈകൊണ്ട് വലത്തെ തുടയിൽ ഒളിച്ചു വെച്ചിരുന്ന ചുരിക എടുത്ത് ഒറ്റ കുത്തം കുത്തി അല്ലേ. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ചുരിക ഉണ്ടായിരുന്നു. അവൻ ആയുധമായിട്ട് എന്തുണ്ടായിരുന്നു? ഒരു ചുരിക ഉണ്ടായിരുന്നു. സ്തോത്രം. മൂന്നാമത്തെ ഹല്ലേലൂയ ന്യായാധിപനാണ് ശങ്കർ എന്ന് പറയുന്നത്. അനാത്തിന്റെ മകനായ ശങ്കർ. 3:31. അവന്റെ കയ്യിൽ ഒരു മുടിങ്കോൽ ഉണ്ടായിരുന്നു. മുടിങ്കോൽ. സ്തോത്രം. അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു മുടിങ്കോലുണ്ട്. ആ മുടിങ്കോൽ കൊണ്ടാണ് 600 ഫെലിസ്തരെ അവൻ എന്ത് ചെയ്തത്? കൊന്ന ഇസ്രായേലിനെ രക്ഷിച്ചത് അല്ലേ. ഞാൻ പറയുന്നതിൻ്റെ റെഫറൻസും കൂടെ നിങ്ങൾ വായിക്കണ്ട, റെഫറൻസും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ കയ്യിൽ അപ്പോൾ യേഹൂദിൻ്റെ കയ്യിൽ ചുരിക ഉണ്ടായിരുന്നു. ഒത്നിയേലിന് സ്വാധീനമുള്ള അമ്മായിയപ്പനുണ്ടായിരുന്നു. യേഹൂദിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ചുരിക ഉണ്ടായിരുന്നു. അടുത്തത് ശങ്കറിൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? മുടിങ്കോലുണ്ടായിരുന്നു. അടുത്തത് ദെബോരയാണ്, അടുത്ത ന്യായാധിപ അല്ലേ. ദെബോരയെ സഹായിക്കാനായിട്ട് ഒരു ബാരാക്കും അവനോടൊപ്പം പുറപ്പെടാനായിട്ട് 10,000 ആളുകൾ സഹായത്തിന് ഉണ്ടായിരുന്നു അല്ലേ. 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 20 വർഷമായിട്ട് ഇസ്രായേലിനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കനാന്യ രാജാവായ യാബീന്റെ കയ്യിൽ നിന്നും 900 ഇരുമ്പ് രഥങ്ങളുള്ളതായ സീസറയുടെ കയ്യിൽ നിന്നും വിടുവിക്കാനായിട്ട് ദെബോരയുടെ നിർദ്ദേശപ്രകാരം ബാരാക്കും അവനോടൊപ്പം 10,000 പേരും പുറപ്പെട്ട് പോകുവാനിടയായി തീർന്നു. അപ്പോൾ അവനോടൊപ്പം ആളുകൾ ഉണ്ടായിരുന്നു. ദെബോരയോടൊപ്പം ഒരു ബാരാക്ക് അവനോടൊപ്പം സ്തോത്രം 10,000 ആളുകൾ സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നു. അടുത്ത ന്യായാധിപനാണ് ഗിദയോൻ എന്ന് പറയുന്നത്. ഗിദയോനോടൊപ്പം 300 പേരെങ്കിലും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മങ്കുടവും പന്തവും കാഹളവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. സ്തോത്രം. 300 പേരെ സഹായമായിട്ട് ഉണ്ടായിരുന്നു. അടുത്തതാണ് അബീമേലേക്ക്. സ്തോത്രം. അബീമേലേക്കിൻ്റെ അടുക്കൽ 9-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സ്തോത്രം അബീമേലേക്ക് ആരാണെന്ന് ചോദിച്ചാൽ ഗിദയോന്റെ മകനാണ് അബീമേലേക്ക് അല്ലെ. ഗിദയോന്റെ മകനാണ് അബീമേലേക്ക്. ഗിദയോന് തൻ്റെ വെപ്പാട്ടിയിലുണ്ടായ ഒരു മകനാണ്. ഗിദയോന് വേറെ 70 മക്കളുണ്ട്. വെപ്പാട്ടിയിലുണ്ടായ ഒരു മകനാണ് ആരെന്ന് പറയുന്നത്? അബീമേലേക്ക് എന്ന് പറയുന്നത്. സ്തോത്രം. ഈ അബീമേലെക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിസാരന്മാരായ ആളുകൾ ആരോടൊപ്പം ഉണ്ടായിരുന്നു. 9-ാമത്തെ വാക്യം. നിസാരന്മാരായ കുറെ ആളുകൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ 2-3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവന് പണം കൊടുത്ത് സഹായിക്കാൻ ആരുണ്ടായിരുന്നു? അവൻ്റെ അമ്മാച്ചന്മാരുണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ ആങ്ങളമാർ ആർക്ക് പണം കൊടുത്ത് സഹായിക്കാം. ഞാനതൊക്കെ പറയും. 9-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി.
അവന് സ്തോത്രം അവരുടെ ക്ഷേത്രത്തിൽ നിന്ന് പണമൊക്കെ കൊടുത്ത് സഹായിക്കാനായിട്ട് അമ്മാച്ചന്മാരാർക്കുണ്ടായിരുന്നു? അബീമേലെക്കിന് ഉണ്ടായിരുന്നു. അടുത്ത ന്യായാധിപൻ ആണ് തോല എന്ന് പറയുന്നത്, അല്ലേ? തോല എന്ന് പറയുന്ന ന്യായാധിപൻ 10-ാം അധ്യായം 1-ാം വാക്യം. ഇസാക്കർ ഗോത്രത്തിൽ നിന്നുള്ളതായി ആ ഒരു ഗോത്രം മുഴുവൻ അവന് സപ്പോർട്ടായിരുന്നു, ഇസാക്കർ ഗോത്രം. അടുത്ത ന്യായാധിപനാണ് യായിർ. 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാരാർക്കുണ്ടായിരുന്നു? 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സ്തോത്രം. 30 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാർ ആരോടൊപ്പം നിൽക്കാനുണ്ടായിരുന്നു? ശ്രദ്ധിച്ചേ മാമേ, ആരോടൊപ്പം ഉണ്ടായിരുന്നു? യായിറിനോടൊപ്പം. അടുത്ത ന്യായാധിപനാണ് ഇബ്താഗ് എന്ന് പറയുന്നത്. ഇബ്താഗിൻ്റെ നിസാരന്മാരായ ചിലർ അവനോടുകൂടെ എപ്പോഴും സഞ്ചരിച്ച്, അല്ലേ, ഈ അലഞ്ഞെരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ എന്തിനും ഏതിനും അടിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള കുറേ എണ്ണം ആരോടൊപ്പം ഉണ്ടായിരുന്നു? ഇബ്താഗിനോടൊപ്പവും ഉണ്ടായിരുന്നു. അടുത്ത 10-ാമത്തെ ന്യായാധിപനാണ് അബ്ദോൻ എന്ന് പറയുന്നത്. 70 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പൗത്രന്മാരും ആരോടൊപ്പം ഉണ്ടായിരുന്നു? 12-13-14 വാക്യങ്ങൾ. അബ്ദോനോടുകൂടെ ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം കയ്യിൽ ചിലതുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയാണ് നമ്മൾ ശിംശോൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. അവൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, ഒന്നുമില്ലെങ്കിലും ആത്മാവുണ്ടെങ്കിൽ, ആത്മശക്തി ഉണ്ടെങ്കിൽ, ചുരികയേക്കാൾ വലുതാ ആത്മശക്തിയുടെ ബലമെന്ന് പറയുന്നത്. മുടിങ്കോലിനേക്കാൾ വലുതാ ആത്മശക്തിയുടെ ബലമെന്ന് പറയുന്നത്. പണത്തിൻ്റെ സ്വാധീനത്തെക്കാൾ വലിയതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. മനുഷ്യരുടെ സ്വാധീനത്തെക്കാൾ വലിയതാ ആത്മശക്തി എന്ന് പറയുന്നത്. ഇന്ന് പകൽ വേളയിൽ എത്ര ദൈവത്തിൻ്റെ മക്കൾ അത് തിരിച്ചറിയും? ഹല്ലേലൂയ. നമ്മുടെ പണത്തെക്കാൾ വലിയതാ പ്രിയമുള്ളവരെ ആത്മശക്തി എന്ന് പറയുന്നത്. നമുക്കുള്ള ഏതു സ്വാധീനത്തെക്കാൾ വലിയതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. നമുക്കുള്ള ഏത് ആയുധങ്ങളെക്കാൾ വലിയതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. ആ ആത്മശക്തിയാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലത് അവനെ തകർക്കാൻ ചാടി വീണപ്പോൾ ഇന്ന് പകൽ വേള വലിച്ചു കീറാൻ അവനെ സഹായിച്ചത് അവന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകൽ വേളയിൽ പലതിനും പണം കൊണ്ട് കഴിയാത്തതിന്, സ്വാധീനം കൊണ്ട് കഴിയാത്തതിന്, നിന്റെ ജഡീകമായ ആയുധങ്ങളെ കൊണ്ട് കഴിയാത്തതിന് സാധ്യമാക്കി തരാൻ കഴിയുന്ന ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒന്നുമില്ലെങ്കിലും ഇന്ന് പകൽ വേളയിൽ ദൈവത്തിന്റെ മക്കൾ വിളിച്ചു പറ, എന്നിൽ എൻ്റെ ദൈവം എൻ്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ഒരാത്മാവിന്റെ ശക്തിയുണ്ട്. ആത്മാവിന്റെ ശക്തിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു ദുഷ്ടശക്തിയുമില്ല. ആത്മാവിന്റെ ശക്തിക്ക് കീഴ്പ്പെടാത്ത ഒരു ശക്തിയുമില്ല. എത്ര വലിയ വൻ ശക്തികൾ എനിക്കെതിരെ വന്നാലും ആത്മാവിന്റെ ശക്തിയാൽ ഞാൻ അതിനെ ജയിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ വേളയിൽ ചിലതിനെ വലിച്ചു കയറാനുള്ള ഒരു പ്രത്യേക അഭിഷേകം നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എവിടെ നിന്ന് പതിയിരിക്കുന്ന ശക്തികൾ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചാടി വീണാലും ഇന്ന് പകൽ വേളയിൽ അതിനെ ഒരാട്ടിന്റെ കൊട്ടിയെ വലിച്ചു കീറുന്നത് പോലെ ഹല്ലേലൂയ നിന്റെ ആത്മാവിന്റെ ബലത്താൽ ചിലതിനെ വലിച്ചു കീറാൻ തക്കവണ്ണം ഇന്നലെ വരെ നീ അത് ചെയ്തിട്ടില്ലായിരിക്കാം. ശിംശോനെ, ഇന്നലെ വരെ നീ അത് ചെയ്തിട്ടില്ല. പക്ഷേ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ ശക്തിയുടെ ആ ശ്രേഷ്ഠത എന്ത് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലത്തെ എക്സ്പീരിയൻസ് കൊണ്ടൊന്നും അല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ വലിയത് ആത്മശക്തി എന്ന് പറയുന്നത്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്നലകളിലൊന്നും അവന് പ്രതിസന്ധി ആ വിധത്തിൽ നേരിട്ടിട്ടില്ല. എന്നാൽ ജീവിതത്തിൽ ഇന്നലകൾ നേരിടാത്ത വലിയ പ്രതിസന്ധികൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ വലിച്ചു കീറാനുള്ള ഒരു പ്രത്യേക ആത്മശക്തി എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ നമ്മുടെ മേൽ പകരപ്പെടുന്ന ആത്മശക്തിയുടെ ആ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും ഇന്ന് പകൽ വേളയിൽ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റൊരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം.
യെശയ്യാപ്രവചനം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. യെശയ്യാപ്രവചനം 10-ാമത്തെ അധ്യായം 20 അതിൻ്റെ മുകളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ വിവരിച്ച് പറയേണ്ടുന്നതാണ്. എങ്കിലേ അതിൻ്റെ യഥാർത്ഥ അനുഭവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എങ്കിലും ഞാൻ വിവരിച്ച് പറയാതെ ആ വാക്യത്തിൽ തന്നെ നിന്ന് ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാം. 10:27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആരെക്കുറിച്ച് അത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ചുമട് നുകം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മുകളിലുള്ള ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ അശൂരാണ് അവരുടെ മുകളിൽ നുകം വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. അതിൻ്റെ ഞാനവിടെ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ. 24. അശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും അശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും അതിന്റെ 24-ാമത്തെ വാക്യം വായിച്ചോ. മിസ്രൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരലോങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞോന്ന് നീ അവയെ ഭയപ്പെടേണ്ട. ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് അവന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നു പോകും. ഓരോ പാറയ്ക്കരികു വെച്ചുള്ള മിദ്യാന്റെ സംഹാരത്താൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും. അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും. മിസ്രൈമിൽ ചെയ്തതുപോലെ തന്നെ അതിനെ ഓങ്ങും. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ടാ പറയുന്നത് പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന്റെ ശക്തി നിമിത്തം. എല്ലാവരും ശ്രദ്ധിച്ചേ, പുറകിൽ എല്ലാവരും ശ്രദ്ധിച്ചേ. പുഷ്ടി നിമിത്തം എന്ത് തകരും? മുഖങ്ങൾ തകരുവാൻ ഇടയായിത്തീരും. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു കുഞ്ഞാട്ടിൻകുട്ടി. ആ ആട്ടിൻകുട്ടിയെ വലിയ പശുവിനെ കെട്ടുന്ന കയറുകൊണ്ട് നമ്മൾ ആട്ടിൻകുട്ടിയെ കെട്ടും. അത് ഉണ്ടായൊക്കെ വരുന്ന സമയത്ത് അതിങ്ങനെ തുള്ളിച്ചാടിയൊക്കെ എല്ലായിടമൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് ഇഴക്കയറും ഉണ്ടായിരിക്കും ചിലപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നത്. ഒന്ന് കൂടെ വരണേ. ഒരു ഇഴക്കയറും ഉണ്ടായിരിക്കും നമ്മൾ എന്തിൽ ചെയ്യുന്നത്, അതിനെ ഒതുക്കി നിർത്താൻ ആ ഒരു കയറും മതി. ആ കയറ് കൊണ്ട് എന്നും അതിനെ നമുക്കെന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മേൽ ശത്രു വെക്കുന്ന ചില നുഖങ്ങളുണ്ട്. അത് നമ്മുടെ ശക്തി അറിഞ്ഞുള്ള നുഖമാണ്. ആ നുഖത്തെ ഈ മൃഗം പുഷ്ടി പ്രാപിക്കുമ്പോൾ, മേധസ് കൊണ്ട് നിറയുമ്പോൾ, വലിപ്പം പ്രാപിക്കുമ്പോൾ, ബലപ്പെടുമ്പോൾ നമ്മുടെ മേൽ വെക്കുന്ന ഏത് നുഖത്തെയും തകർത്ത് പുറത്തു വരാനുള്ള ഒരു ശക്തി നമുക്കെന്ത് ചെയ്യും? ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഞാൻ ഓർപ്പിക്കാം. നമ്മൾ ആത്മാവിലൊന്ന് പുഷ്ടിപ്പെടുമ്പോൾ, നമ്മൾ ആത്മാവിലൊന്ന് ശക്തിപ്പെടുമ്പോൾ, നാം ആത്മീക വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ മേൽ ശത്രു വെച്ച ഏത് നുഖത്തെയും ആത്മീക വളർച്ച കൊണ്ട് നമുക്ക് തകർക്കാൻ കഴിയും. നമ്മൾ എന്നും ഒരേ അനുഭവത്തിൽ ഇരിക്കുന്നവരല്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മീകമായി പുഷ്ടിപ്പെടണമെന്നുള്ളതാണ്. പകൽ വേളയിൽ എത്ര പേർക്ക് നമ്മൾ ആത്മീകത്തിൽ ക്ഷയിച്ചു പോയാൽ, ബലഹീനരായി പോയാൽ, നമ്മൾ ഇന്നലത്തേനേക്കാൾ നാളെ ബലഹീനരായി പോയാൽ ഈ നുഖം നിന്നെ അമർത്തിക്കളയും. ആ നുഖത്തിന്റെ ഭാരം നിനക്ക് അധികമായി തോന്നും. എന്നാൽ ഇന്ന് പകൽവേളയിൽ ഈ നുഖത്തിന്റെ ഭാരം നിന്റെ മേലിരിക്കുമ്പോൾ നീ ആത്മീകത്തിൽ ഒന്ന് വളർച്ച പ്രാപിക്കാൻ തയ്യാറായാൽ ഈ നുഖത്തെ പൊട്ടിച്ച് നിനക്ക് പുറത്തു വരാൻ കഴിയുമെന്നുള്ളത് ഇന്ന് പകൽവേളയിൽ ഓർപ്പിക്കട്ടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആത്മീകമായി പുഷ്ടിപ്പെടണമെന്ന്, വളർച്ച പ്രാപിക്കണം എന്നൊക്കെ പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഈ പഴയ നിയമകാലത്ത് പ്രധാനമായിട്ടും 3 കൂട്ടരെ അഭിഷേകം ചെയ്ത് വേർതിരിക്കുമായിരുന്നു. ഒന്ന്, രാജാവിനെ രാജകീയ പദവിയിലേക്ക് അഭിഷേകം ചെയ്ത് എന്ത് ചെയ്യും?
വേർതിരിക്കും. 2, പുരോഹിതനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? അഭിഷേകം ചെയ്ത് വേർതിരിക്കും. 3, പ്രവാചകന്മാരെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് എന്ത് ചെയ്യും? വേർതിരിക്കും. അതിൽ രാജകീയ അഭിഷേകം എന്ന് പറയുന്നത് നമുക്കറിയാലോ. ശൗലിനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. 1 ശമൂവേൽ 10:1 യഹോവ തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവായിട്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത്? വേർതിരിപ്പാനിടയായി തീർന്നത്. അതുപോലെ ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്തപ്പോൾ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്ത് എന്ത് ചെയ്തു? വേർതിരിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഈ രാജകീയമായ അഭിഷേകത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക അധികാരമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ. ഈ രാജകീയമായ അഭിഷേകത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവികമായ അധികാരമുണ്ട്. അതുകൊണ്ട് ആ ദൈവം നിയോഗിച്ച ശമൂവേലാണ് ആ കാര്യം എന്ത് ചെയ്യുന്നത് അല്ലേ? ദൈവം നിയോഗിച്ച ശമൂവേലാണ്. കാരണം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അധികാരം അതിന്മേലുണ്ട്. ചുമ്മാതെ ഹല്ലേലൂയ കുറച്ച് തൈലം ഒഴിച്ച് അങ്ങ് അഭിഷേകം ചെയ്യുകയല്ല. പ്രത്യുത ദൈവമാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് ഒരാൾ ആ ശുശ്രൂഷ എന്ത് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ, ശുശ്രൂഷ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അധികാരം ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെക്കുറിച്ച് ദൈവം നമ്മെ എല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇന്ന് പകൽവേളയിൽ ആഞ്ഞിരത്താന സഭയുടെ ഹല്ലേലൂയ ഈ പായിലും ഈ ബെഞ്ചിലും ഒക്കെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മളൊന്ന് സാധാരണക്കാരല്ല, പ്രത്യുത രാജകീയ അഭിഷേകമുള്ള ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഭാഷയിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ള ഞങ്ങളെ ഹല്ലേലൂയ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. ഇന്ന് പകൽവേളയിൽ നമ്മെ രാജാക്കന്മാരാക്കി തീർത്ത ഒരു ദൈവമുണ്ട്. അത് ദൈവിക അഭിഷേകത്താലാണ് നമ്മെ രാജാക്കന്മാരാക്കി തീർത്തത്. നമ്മെ ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സാധാരണക്കാരായിട്ട് നമുക്ക് തോന്നിയാലും ഇന്ന് പകൽവേളയിൽ ദൈവം നമ്മെ കാണുന്നത് രാജാക്കന്മാരായിട്ടാണ്. രാജാവിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന മറ്റൊരു ഹല്ലേലൂയ വലിയ രാജാവിന്റെ അധികാരമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള ഒരുവനാണ് നമ്മെ അഭിഷേകം ചെയ്തത് എന്ന് ഇന്ന് പകൽവേളയിൽ എത്ര ദൈവത്തിൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ അഭിഷേകത്തിൻ്റെ പിന്നിൽ ഒരധികാരമുണ്ട്. ആ അധികാരം ദൈവത്തിൻ്റെ മക്കളായ ഞാനും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് പകൽവേളയിൽ നിന്റെ തലയിൽ നിന്റെ കഴുത്തിൽ വെച്ചിരിക്കുന്ന ഏത് മുഖങ്ങളെയും തകർക്കാൻ പറ്റിയ ഒരാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അതൊരു രാജകീയമായ അധികാരമാണ്. ആ രാജകീയമായ അധികാരത്തോടുകൂടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മുഖവും നിന്റെ മേൽ ഇരിക്കത്തില്ല. ഏത് മുഖങ്ങളെയും തകർത്ത് പുറത്തു വരാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ അധികാരം ദൈവത്തിന്റെ മക്കൾ വിനിയോഗിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തൈലക്കാരൻ്റെ വിദ്യപ്രകാരം പ്രത്യേക കൂട്ടുണ്ടാക്കി തൈലം തലയിലൊഴിച്ച് പുരോഹിതന്മാരെ എന്ത് ചെയ്യുകയാണ്, അഭിഷേകം ചെയ്യുക. സ്തോത്രം. അങ്ങനെ അഭിഷേകം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ പുരോഹിതൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മധ്യസ്ഥ ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന. ആ പുരോഹിതൻ ദൈവാലയത്തിലേക്ക് നടന്നു കയറുമ്പോൾ അവന് ഹല്ലേലൂയ ആ ചുമൽക്കണ്ടമുണ്ട്. ആ ചുമൽക്കണ്ടത്തിൽ ഇസ്രായേൽ മക്കൾ 12-ൻ്റെയും പേരുകൾ ആ ചുമൽക്കണ്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ദൈവത്തിന് മാർപ്പതക്കമുണ്ട്. ഹല്ലേലൂയ. ആ മാർപ്പതക്കത്തിനകത്ത് 12 രത്നങ്ങളിൽ 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പേരുകൾ ആ മാർപ്പതക്കത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പതിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഹല്ലേലൂയ പ്രതിനിധിയായിട്ട് ആ പുരോഹിതൻ ചെന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് മധ്യസ്ഥ ചെയ്യുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ 12-നെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരെ ഹല്ലേലൂയ ചുമലിലും അവരെ മാറിലും വഹിച്ചുകൊണ്ട് ആ പുരോഹിതൻ നിന്ന് മധ്യസ്ഥത ചെയ്യുകയാണ്. ഇന്ന് പകൽവേളയിൽ പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ മധ്യസ്ഥതയാൽ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയാൽ, നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാൽ ഇന്ന് പകൽവേളയിൽ
അങ്ങനെയുള്ള ഒരു പൗരോഹിത്യ അഭിഷേകം നമ്മുടെ മേൽ എൻ്റെ ദൈവം പകർന്നിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാനുള്ളവരല്ല. ഈ അഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ, നീ വിശ്വാസത്തോടു കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൈവം മറുപടി നൽകാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ആ ദൗത്യം ഏറ്റെടുത്ത് നമ്മൾ സാധാരണക്കാരല്ല പ്രിയമുള്ളവരെ, നമ്മൾ രാജകീയ പുരോഹിത വർഗം. ആ അഭിഷേകം നമ്മുടെ മേൽ പകർന്നിരിക്കാൻ ഇന്ന് പകൽവേള അതിൻ്റെ വില തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽവേള പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകണം. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യാപരിക്കുവാനിടയായിത്തീരും. 3 പ്രവാചകൻ്റെ അഭിഷേകമാണ്. പ്രവാചകൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് സ്തോത്രം, പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നവനാണ്, അല്ലേ? പ്രവാചകൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചക ശുശ്രൂഷയ്ക്കായി ചിലരെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അരുളപ്പാട് ജനത്തിന് കൈമാറുകയാണ്. ഇന്ന് പകൽവേളയിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം വഹിക്കുന്ന പ്രവാചകന്മാരാണ്. ദൈവത്തിൻ്റെ വചനം എന്തിനാ നമ്മുടെ അധരത്തിൽ എൻ്റെ ദൈവം തൻ്റെ വചനം തന്നിരിക്കുന്നത്? അത് ചുമ്മാതെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. ഇന്ന് പകൽവേളയിൽ ആ വചനം നീ അധികാരത്തോടുകൂടെ പ്രസ്താവിക്കുമ്പോൾ ആ വചനത്തിൻ്റെ വിടുതലുകൾ ഹല്ലേലൂയ അനുഭവിക്കുവാൻ തക്കവണ്ണം വേണ്ടി. അതുകൊണ്ട് ആ ദൈവവചനത്തിൽ പറയും, അവൻ തൻ്റെ വചനം അയച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ്റെ വചനത്തിൻ്റെ ശക്തിയുണ്ട്, അവൻ്റെ വചനത്തിൻ്റെ ശക്തിയുണ്ട്, അവൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകരാണ് ഞാനും നിങ്ങളും. ഇന്ന് പകൽവേളയിൽ എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ മേൽ പകരപ്പെട്ട ഒരു രാജകീയ അഭിഷേകമുണ്ട്, അത് അധികാരത്തിൻ്റെ അഭിഷേകമാണ്. എൻ്റെ മേൽ പകരപ്പെട്ട ഒരു പൗരോഹിത്യത്തിൻ്റെ അഭിഷേകമുണ്ട്, അത് അധികാരത്തിൻ്റെ ഹല്ലേലൂയ അത് പ്രാർത്ഥനയുടെ അഭിഷേകമാണ്. എൻ്റെ മേൽ പകരപ്പെട്ട ഒരു പ്രവാചക അഭിഷേകമുണ്ട്, അത് വചനത്തിൻ്റെ ശക്തിയാണ്. എന്ന പകൽവേളയിൽ ഇത് തിരിച്ചറിയും. ഇത് ഉപയോഗിക്കുമ്പോൾ ഏത് നുഖങ്ങളും തകരപ്പെടുവാൻ ഇടയായിത്തീരും. ഇതിൽ പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തം ഏത് നുഖങ്ങളും തകരപ്പെടാൻ ഇടയായിത്തീരും. വചനത്തിന്റെ ശക്തി ഇന്ന് പകൽവേളയിൽ നമ്മുടെ മേൽ വെളിപ്പെടാം. നമ്മിൽ പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് ഒരു സാധാരണ ആത്മാവല്ല. എല്ലാ ദൈവമക്കളും അല്പനിമിഷം സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മിൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി, അതിന്റെ വില ഇന്ന് പകൽവേളയിൽ തിരിച്ചറിയണം. രാജകീയ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽവേളയിൽ നമ്മിൽ പകരപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ പൗരോഹിത്യ അഭിഷേകത്തിന്റെ ശക്തി നമ്മിൽ പകരപ്പെട്ടിരിക്കുന്നു. പ്രവാചക അഭിഷേകത്തിന്റെ ശക്തി നമ്മിൽ പകരപ്പെട്ടിരിക്കുന്നു. ഇത് ഉപയോഗിക്കാതെ നമ്മൾ മൗനമായി ഇരിക്കാനുള്ളവരല്ല. അത് ഉപയോഗിക്കുമ്പോൾ രക്തത്താലും വചനത്താലും വചനത്തിന്റെ ശക്തിയാൽ പൊട്ടാത്ത ഒരു കെട്ടുമില്ലെന്ന്, വചനത്തിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കാത്ത ഒരനുഭവം ഇല്ലെന്ന്, വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽവേള വിടുതലുകൾ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, നിന്റെ ആദരത്തിൽ എൻ്റെ ദൈവം തന്നിരിക്കുന്ന വചനം അത് ഹല്ലേലൂയ ശക്തിയോടെ വിളിച്ചു പറഞ്ഞ് വിഷയങ്ങളുടെ മേൽ ജയമെടുക്കാനുള്ള ഒരാത്മാവിന്റെ അഭിഷേകമാണ് നമ്മെ പകർന്നിരിക്കുന്നത്. ദൈവം തന്ന രാജകീയ അഭിഷേകം വെറുതെ കളയരുത്. ദൈവം തന്ന രാജകീയ അഭിഷേകത്തിന്റെ പിന്നിൽ ഒരു അധികാരം, അത് നമ്മുടെ അധികാരമല്ല, അത് പകരപ്പെട്ട ദൈവത്തിന്റെ അധികാരമാണ് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽവേളയിൽ ഒരു പോലീസുകാരൻ എങ്ങനെ അധികാരം ലഭിക്കുന്നത്? അത് അവന്റെ അധികാരമല്ല, അവന്റെ പിന്നിൽ ഹല്ലേലൂയ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് കൊടുത്ത അധികാരമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എങ്കിൽ ഇന്ന് പകൽവേളയിൽ നമ്മുടെ അധികാരമല്ല നാം ഉപയോഗിക്കുന്നത്. നമ്മുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് സ്വർഗീയ ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന്റെ അധികാരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹല്ലേലൂയ 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 ആമേൻ ആമേൻ ആമേൻ. ആത്യന്ത ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് പകലിൽ വ്യാപരിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ ഒരു നുഖത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്, ഒരു നുഖത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലുമൊക്കെ നുഖങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽവേളയിൽ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ അതിനെ തകർക്കാൻ യേശുവിന്റെ രക്തത്താലും വചനത്താലും ഹല്ലേലൂയ. പണത്തേക്കാൾ വലിയത് അഭിഷേകത്തിന്റെ ശക്തി, സ്വാധീനത്തെക്കാൾ വലിയത് അഭിഷേകത്തിന്റെ ശക്തി, ഏതായുധങ്ങളെക്കാൾ വലിയത് അഭിഷേകത്തിന്റെ ശക്തി. അത് നമ്മൾ കണ്ടല്ലോ ഇന്ന് പകൽവേളയിൽ ഹല്ലേലൂയ. നമ്മിൽ പകർന്ന അഭിഷേകം അത് ചെറുതല്ല, സർവശക്തി ഉള്ളത് അത്രേ.